മത്സരം ജയിച്ചിട്ടും ട്രോഫി ഇല്ലാതെ മടങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിച്ച 66.5 ലക്ഷം രൂപയുടെ ചെക്ക് വലിച്ചെറിയുന്ന പാകിസ്ഥാൻ നായകൻ. പുലർച്ചെ വരെ നീണ്ട നാടകീയ രംഗങ്ങൾക്കാണ് ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ നടന്ന ദുബായ് സ്റ്റേഡിയം സാക്ഷിയായത്. ഏഷ്യാ കപ്പ് ഫൈനൽ കഴിഞ്ഞ് ഇന്ത്യൻ ടീം തിരിച്ചു പോകുന്ന കാഴ്ച. സമയം പുലർച്ചെ 1:25. കയ്യിൽ ട്രോഫിയും മെഡലുമില്ലാതെയുള്ള മടക്കം. അവസാനം വരെ ആവേശം നിറഞ്ഞു നിന്ന പോരാട്ടം. ഒടുവിൽ പാകിസ്ഥാന് തറ പറ്റിച്ച് കിരീടം സ്വന്തമാക്കിയതിന്റെ ആവേശം. പക്ഷേ ആ കിരീടം ഏറ്റുവാങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യം, അതിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ആരാധകർക്ക് കഴിഞ്ഞില്ല. മത്സരം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷമായിരുന്നു സമ്മാനദാനം. പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് മൊഹസിൻ നഖ്വിയിൽ നിന്നും ട്രോഫി വാങ്ങില്ലെന്ന് ഇന്ത്യ. പിന്മാറാതെ നഖ്വിയും. ഇതിനിടെ രണ്ടാം സ്ഥാനക്കാർക്കുള്ള $75,000 ചെക്ക് വാങ്ങി വലിച്ചെറിഞ്ഞു പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ. സ്വന്തം രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ചെക്ക് വാങ്ങി വലിച്ചെറിഞ്ഞതിൽ ആഗയ്ക്കെതിരെ വിമർശനം ശക്തമാണ്. പുലർച്ചെ 1 മണിക്കായിരുന്നു പാകിസ്ഥാൻ ടീമിന്റെ വാർത്താ സമ്മേളനം. മീഡിയ മാനേജർ വാർത്താ സമ്മേളനം തുടങ്ങിയത് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട്. ഇന്ത്യൻ നായകന്റെ വാർത്താ സമ്മേളനത്തിൽ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകൻ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ മൈക്ക് പിടിച്ചു വാങ്ങി. അപ്പോഴും ആരാധകർ സ്റ്റേഡിയത്തിന് പുറത്ത് ഇന്ത്യൻ താരങ്ങളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു. വെയിറ്റ് ചെയ്തു കുറേ നേരം കാണാൻ വേണ്ടിയിട്ട്, അതൊന്നും എടുക്കാനായിട്ട് കുറച്ച് വിഷമായി. It doesn't matter now they give or not, we win the game, that's it, that's all matters, right? India is the champion. Players should be recognized for their hard work. They didn't, they just took the trophy and left, so we're disappointed. They ran off with the trophy, we should have had the trophy. ഏറ്റവും അവസാനം അത് മാത്രം കൊടുക്കാത്തതിൽ ഒരു ദുഃഖം. All the Asia Cup happening and this is first time India and Pakistan finals. Team India is the greatest win in Pakistan, back-to-back hat-trick. കിരീടം ഏറ്റുവാങ്ങുന്നത് കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആ കിരീടം നമ്മുടേത് തന്നെയല്ലേ എന്നാണ് എല്ലാവരും മനസ്സുകൊണ്ട് പറയുന്നത്. അതിന്റെ സന്തോഷം അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയുടെ വിജയാഘോഷം ഈ സ്റ്റേഡിയത്തിലോ പരിസരത്തോ മാത്രം ഒതുങ്ങി നിന്നില്ല. ദുബായ് നഗരം മുഴുവൻ നമുക്ക് ആഘോഷം കാണാമായിരുന്നു. ട്രോഫി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പറഞ്ഞ മറുപടിയുണ്ട്. എൻ്റെ ട്രോഫികൾ ഡ്രസ്സിംഗ് റൂമിലുണ്ട്. കൂടെ കളിച്ച താരങ്ങളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന നായകന്റെ വാക്കുകൾ. സ്റ്റേഡിയത്തിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.